ഇവിടെ കശ്ഫ് കറാമത്താൻ അള്ളാഹു അത് ദർജയെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഓ CM വലിയുള്ളാഹിയുടെ മക്ബറ ഞങ്ങളുടെ അടുത്താണ്, അതുകൊണ്ട് ഞങ്ങൾ CMന്റെ ആളാണ്. അതിപ്പോ ഇസ്രായേലിലെ ജൂതന്മാർക്കും പറയാലോ അല്ലേ, ഫലസ്തീന് ജൂതന്മാർക്ക് പറയില്ലേ, മുസ്ലിങ്ങളെ നിങ്ങളെ മുഹമ്മദ് നബിയെ നിസ്കാരം വാങ്ങാൻ വേണ്ടി പോയപ്പം നിസ്കരിച്ച പള്ളി ബൈത്തുൽ മുഖദ്ദസിന്റെ അധികാരം ഞങ്ങൾക്കാണ് എന്ന് പറയാലോ, അത് പറയാം. അതേ സമയത്ത് വിഷയത്തിന് ന്യായം വേണം. ഞാൻ ചോദിക്കുന്നു, കൊടിഞ്ഞിയിലെ EK വിഭാഗത്തിന്റെ ആളുകൾ ദയവ് ചെയ്ത് എഴുതിയെടുത്തുകൊണ്ട് നിങ്ങളെ നേതാക്കളോട് ചോദിക്കാം, എന്ത് CM വലിയുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംരംഭത്തിന് നിങ്ങളെ ഏതെങ്കിലും ഒരു നേതാവ് CM വലിയുള്ളാഹിയുടെ അനുഗ്രഹം വാങ്ങിയിരുന്നോ എന്ന് ചോദിക്കാം. ഒന്ന്. രണ്ട്, CM വലിയുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനോ ഉദ്ഘാടനം ചെയ്യാനോ CM വലിയുള്ളാഹിയുടെ അനുഗ്രഹം ചോദിച്ചിരുന്നോ? ഇല്ല മറുപടി. അങ്ങനെ സംഭവമല്ല. അതേ സമയത്ത് ഞങ്ങളെ സകല സംഗതിയും CM വലിയുള്ളാഹിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. അല്ലാഹു സത്യമാണ്, ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട. നമുക്കറിയോ, SYS സംസ്ഥാന കമ്മിറ്റി ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതാ പിന്നീട് മർക്കസായത്. അതിന് സ്ഥലം അന്വേഷിക്കുക. എന്നാൽ നമ്മൾ CM വലിയുള്ളാഹിയോട് പോയി ദ്വാരിപ്പിക്കുക എന്ന് നമ്മളെ സംഘടന തീരുമാനം. അത് മഹാനവറുകളോട് ദ്വാരിപ്പിച്ചു, നമുക്കൊരു സ്ഥലം വേണ്ടിയിരുന്നു, സുന്നേക്കൊരു അഡ്രസ്സുള്ള സ്ഥാപനം വേണമെന്ന്. പൊയ്ക്കോളൂ, സ്ഥലം ആകും. പോരാൻ അവിടുന്ന് അതും വിശ്വസിച്ച് പോരാ. അങ്ങനെ പോരുമ്പോ കാരന്തൂര് അന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് അല്ല, ചെറിയ ബസ് സ്റ്റോപ്പ്. അതിന്റെ ഭാഗത്തിന്റെ ഒരു തകര ബോർഡ്, സ്ഥലം വിൽപ്പനക്ക്. സ്ഥലം CM വലിയുള്ളതാണ് ദ്വാരിപ്പിച്ച് പോരുമ്പോൾ അത് കാണുന്നത്. അവിടെ വണ്ടി ചവിട്ടി. ആരാ ബോർഡ് വെച്ചത് അന്വേഷിച്ചു. ചന്ദ്രൻ എന്ന ആ മുസ്ലിം സഹോദരനാ. സംസാരിച്ചു. കച്ചവടം അവിടെ ചെയ്ത് അഡ്വാൻസ് കൊടുത്തു. CM വലിയുള്ളാഹി തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്ഥലം വാങ്ങിയില്ല, അൽഹംദുലില്ലാ, തുടങ്ങിക്കോളൂ, വിജയിച്ചോളൂ എന്ന് പറഞ്ഞു. തുടങ്ങി. മർക്കസ് എവിടെ എത്തി മർക്കസ്? നിങ്ങൾക്കുണ്ടല്ലോ കുറെ കോളേജുകളൊക്കെ, രാജ്യക്കാരെ കുറെ മൂല്യന്മാർ നിൽക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ. എന്താ അതിൻ്റെ അവസ്ഥ? അത് ഉണ്ടായിക്കൊണ്ടിരിക്കണ ഇങ്ങനെ പോകലാ തന്നെ. ഇപ്പൊ ഇവിടെയൊന്നും ഭയങ്കരം അല്ലേ, ഇരുന്നും കടന്നു ഇംഗ്ലീഷ് തൂറ്റെന്ന് പറഞ്ഞിരുന്ന കോളേജ്. സ്കൂളിൽ പോയി പഠിക്കാതെ തന്നെ ഇംഗ്ലീഷ് ഇങ്ങോട്ട് പ്രസവിക്കപ്പെടുത്ത അങ്ങനത്തെ കോളേജുകാർ. എന്നിട്ട് എന്തേ ഇപ്പം ഉണ്ടായി? അപ്പോൾ ആശയം പഠിപ്പിക്കൽ ലക്ഷ്യമായില്ല. അവർക്ക് ഒന്നാമത്ത് ഏപ്പിനെ ചീത്ത അറിയണം. അത് കേൾക്കുമ്പോൾ ഒരു മട്ട. അതിന് പറ്റിയ ആള് കിതാബിരിയാണെന്നില്ല, ആദർശബോധം ആണെന്നില്ല. അങ്ങനെ ഒരു സൈസ് ഉണ്ടാക്കി വന്നപ്പോ എന്തായി? സ്വന്തം സെക്രട്ടറിന്റെ മകളെ ഭർത്താവടക്കം പഠിപ്പിച്ചെടുത്തോളം കുട്ടികളും തെരീക്കത്തേറ്റായിട്ട് പോയി അല്ലേ? അതല്ലേ ഉണ്ടായത്? എന്നാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഞങ്ങളെ 10,000 എടുക്കുമ്പോൾ ഒന്നിന് അനുഭവം ഉണ്ടോ? ഒരു സംഗതി അതാണ് സത്യം. അപ്പോൾ 1-2 സക്കാഫികൾ നിങ്ങളേലില്ലേ? ഒരു സക്കാഫില്ലുണ്ട്. അതുകൊണ്ട് ചീത്ത പറയാൻ പറ്റിയെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടായല്ലോ. അല്ല അതുമല്ലെങ്കിൽ അതും നിങ്ങൾക്കില്ലല്ലോ. അല്ല അത് ഓൾക്കിപ്പോൾ ഒരു ഹയറായത് അല്ല, വേറെ ആരാരും ഒരു മനുഷ്യരെ ചീത്ത പറയുകയാണെങ്കിൽ അവൻ അതെങ്കിലും ഒന്നും ഉളുപ്പില്ലാതെ പറയാം. അതിനുമായി ഇവിടുന്ന് ഒന്നാണ്ട് മതം മാറേണ്ടി വന്നു. വേണ്ട, അതല്ലാതെ പേതാ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ സംഭവം ഉണ്ടോ? ഇല്ല. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഒരു വളർത്തിയെടുത്തൊക്കെ ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചു വന്നില്ലേ. ഹുസൈൻ പന്നിപ്പാറ എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ പോസ്റ്റ് PO പന്നിപ്പാറയാണ്. അവിടെ അണ്ടിമല ലേലത്തിനും പാട്ടത്തിനും എടുത്ത് അതിനുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് ഈ ഹുസൈൻ എന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിലാണ്. എവിടെയും കിതാബ് ഓതിപ്പോയത് നമ്മൾ ഓതിയ കണ്ടിയില്ല. അയാള് ജമാഅത്തെ ഇസ്ലാമിന്റെ മക്കരപ്പറമ്പ് സംസ്ഥാന സമ്മേളനത്തിൽ, ആ പ്രസവം നടന്ന സമ്മേളനത്തിൽ
വളണ്ടിയറായി ചോറ് വിളമ്പിയ ഫോട്ടം ചന്ദ്രിക പത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സാധാരണ മുത്തവ്വൽ കോളേജിൽ പോകണമെങ്കിൽ 8 കൊല്ലം എവിടെയും കിതാബ് പോകണം. എന്നിട്ടാ 9-10 കൊല്ലം മുത്തവ്വലിൽ വരിക. എവിടെയും പോകാതെ അണ്ടി പറിക്കാൻ പോയി ഒരാള് മുത്തവ്വൽ കോളേജില് ജമാഅത്തിന്റെ സമ്മേളനത്തിൽ ചോറ് വിളമ്പണ ഫോട്ടോ വന്ന ആ ഫോട്ടോ ആയിട്ട് നമ്മൾ പട്ടിക്കാട് പോയി പറഞ്ഞു, ഉസ്താദ്മാരെ ഇവൻ പെണ്ണെട്ടി തീർക്കണ മാതിരി തന്നെയാണ്. ഇവ ഇടക്ക് വഹാബിയാവും, ഇടക്ക് ജമാഅത്താവും, ഒരിക്കലും സുന്നി ആയിട്ടില്ല. ഓനങ്ങൾ ഫൈസി പട്ടം കൊടുക്കരുത്. എന്താ മൂല്യന്മാരെ പ്രതികരണം? ഓ ഏപ്പിനെങ്ങനെ പറയുന്നേക്കണ ഒരു മട്ടാണ്. ആ മട്ടത്തിന് വേണ്ടി പൈസയാക്കിയിട്ട് എന്തേണ്ടായി? മോണ്ട അബ്ദുൽ നാസർ മൈദിനെ പോച്ചിട്ട് എന്തേണ്ടായി? മൈദനെ പോറ്റിയിട്ട് മൈദൻ ഇപ്പൊ ഞമ്മളെ പറഞ്ഞിരിക്കണു. അപ്പൊ എസ്കക്കാരെ ഈ രക്കം പത്രത്തില് സത്യമായി യാതൊരു ബന്ധമില്ലാത്ത ധാരയില് ചങ്ങായിന്റെ ഒരു പ്രസംഗ കേസറ്റ് ഇപ്പൊ ലേഖനാക്കി കൊടുത്തിട്ടുണ്ട്. ഞമ്മളെ പറഞ്ഞിരിക്കണു. ഞമ്മളെന്താ ഓനായിട്ട് പറയാക്കെന്താ? എല്ലാരും പറഞ്ഞോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചോട്ടം എന്താ? മൈദിനി പറഞ്ഞു ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോട്ടെ. എന്താ മൈദിനി പറഞ്ഞത് നിങ്ങൾക്ക്? ആ കേസറ്റ് കേട്ടു നോക്കണ്ടേ? ഒരു കഥല്ലാത്ത കാക്ക എന്തൊക്കെയോ വിളിച്ചു പറയും. ഇന്ന് പറഞ്ഞ് നാളെ ബന്ധമുണ്ടാവോ, നാളെ പറഞ്ഞ് മറ്റന്നാൾ ബന്ധമുണ്ടാവോ? മൈദനിയുടെ ജയിൽ മോചനത്തിന് വേണ്ടി നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും തയ്യാറുന്ന ആൾ ഞാനായിരിക്കും. അല്ലെ? അത് പൊതുവെ പ്രവർത്തകന്മാർ പറയലുണ്ട്. അതെ, കാരണം അദ്ദേഹം പീഡിതനാകും. രാജ്യത്ത് അങ്ങനെ അത് ആരും വീരപ്പം പോലും അങ്ങനെ നമ്മളെ ഭരണഘടനാ വിരുദ്ധമായി ഉള്ള നിലപാട് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അത് നമ്മൾ ഇന്നും ഉറച്ചിരിക്കാം. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയക്കാരാകാതെ ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അഹ്ലുസുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാരായി ജീവിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കാനും തെറി പറയാനൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതൊന്നും അധികം നീളം നിൽക്കൂല. വല്ല തെറിപ്പൂരകന്മാരൊക്കെ കണ്ടിട്ടാണ് കാന്തപുരം ഇവിടെ എത്തിയിട്ടുള്ളത്. ഓ എന്താ കേസറ്റ് പറയുന്നത് നിങ്ങള്? കാന്തപുരം ആ ശൈഖിനെ കണ്ടിട്ടുണ്ടോ? ഏത് ശൈഖിനെ? ഇവൻ കണ്ടിണോ ആ ശൈഖിനെ? ഇവിടെ ജയിലല്ലേന്നോ? ശൈഖിനെ കണ്ടിണോ? കേട്ട കയറി തന്നെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കക്കാടിന്റെ മാതിരിയാവൂല, ഞാൻ പ്രതികരിക്കുക ചെയ്യും. പ്രതികരിച്ചിട്ട് ഇവിടെ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചതെന്നാ? ഇതുവരെ പ്രതികരിച്ചല്ലോ. പ്രതികരിച്ചതിലേറെ മെച്ചണ്ടായത് 10 കൊല്ലം അവിടെ പോയി താമസിച്ചോണ്ടാ സ്വന്തം മെച്ചണ്ടായത്. ഇവിടെ പ്രതികരിച്ചൊക്കെയാണെങ്കിൽ ഇങ്ങനെ ആവൂലായിരുന്നു. അപ്പൊ ആ പ്രതികരണമൊന്നും ഞങ്ങള് അരക്കാശിന് വക കാണുന്നില്ല. എന്നിട്ട് ഇവൻ അയാള് പറഞ്ഞിരിക്കണു കാന്തപുരത്തയിലൊക്കെ സത്യധാരന്റെ കവർ സ്റ്റോറി അതാ. അപ്പൊ എന്താ, ഞാൻ ആ കേസറ്റ് കേട്ടു. ആ കേസറ്റ് ഇതിലേക്ക് എഴുതിയേക്കാണ്. രോഗം മാറാൻ വേണ്ടിയിട്ട് ഉയിച്ചിലിന് പോയോടത്ത് പോയി പറഞ്ഞാണത്രേ അത്. അതില് കക്കാട് ഫൈസിനെ പ്രകോപിതനാക്കുകയാണ്. കക്കാട് ഇങ്ങനെ ആയാ പോരാ. ഓ അതിലൊരിടത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തഫ്സീറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ കക്കാടിനോട് ഞാൻ ടെലിഫോണിൽ ഒരു ആയത്ത് ചോദിച്ചതിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വ്യാഖ്യാനം സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു മുഫസ്സിറിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. മൂപ്പര് ലോകത്ത് പറഞ്ഞൊരു കാര്യം പറയലുമില്ല എവിടെയും. ലോകത്ത് പറഞ്ഞ മൂപ്പര് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് എന്ന മക്കയിലെ മസ്ജിദുൽ ഹറമിന്റെ ഖാദിമായി വഫാത്തായ ഫഹദ് രാജാവേ സ്വർണം പൂശിയ ക്ലോസറ്റിൽ കാഷ്ടിക്കുന്ന ആളാണ്. അത് ഇയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇയാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ മൂക്കിനെ പറ്റി പാട്ടുപാടിയിരുന്നു ഫഹദ് ബിൻ അബ്ദുൽ അസീസ്. അത് ഇയാൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുപോലെ ഇയാൾ മാത്രമാണ് ഇനി പ്രതികരിക്കത്രേ, ഞാൻ കക്കാടിന്റെ മാതിരി ഉണ്ടാതിരിക്കൂല എന്നൊക്കെ ആ കേസറ്റിലുള്ള വെല്ലുവിളി. എന്തെല്ലാം പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയ ചരിത്രമുണ്ടോ? പറഞ്ഞ ഒരു വിഷയം നടപ്പാക്കിയിട്ടില്ല. പറഞ്ഞത് ഓരോ മാസവും മാറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ.
അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഒരു മൈക്കയുടെ മുന്നിൽ ഇപ്പോൾ എന്റെ പ്രസംഗം കേൾക്കാൻ ഇത്രയധികം ആളുകൾ വന്നു എന്നത് എന്തെങ്കിലും വിടുവായത്തം വിളിച്ചു പറയാൻ കാരണമാകരുത് എന്ന് എനിക്ക് ബോധമുണ്ടാകണം, എല്ലാ പ്രാസംഗികന്മാർക്കും ഉണ്ടാകണം. കേരളത്തിലെ മുസ്ലിങ്ങളെ പാരമ്പര്യ നമ്മൾ ഇഷ്ടമില്ലാത്തതും കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ട്. പക്ഷേ ഇഷ്ടമുള്ളതേ അംഗീകരിക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് ശൈഖും തരീഖത്തും പഠിപ്പിക്കാന് 7ാം കൂലികൾ വരിക. എന്നിട്ട് അവര് കക്കാടിനെ പ്രകോപിതനാക്കുക. കക്കാട് അടങ്ങി നിൽക്കാൻ പാടില്ല എന്നാ പറയുന്നത്. നിങ്ങൾ ശക്തിയായി പ്രതികരിക്കണം. അപ്പൊ അതൊക്കെ വെറുതെയാണ്. അതൊക്കെ അപ്പൊ കവർ സ്റ്റോറി. അത് ഇവർക്ക് അനുകൂലാണോ? അപ്പൊ അവർക്ക് കാന്തപുരത്തിനെതിരായാ മതി. ഇവര് തരീക്കത്തിന്റെ ആളായി പോയാൽ അവർക്ക് അനുകൂലമുണ്ടോ? അവർക്ക് ഖൈറുണ്ടോ നല്ലതോട്ടല്ലോ. കാന്തപുരം അല്ലല്ലോ. കാന്തപുരത്തിന് ഗുണം വരാൻ പാടില്ല, ദീനിന് ഗുണം വരാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മളെ കാവനൂർ ഇപ്പൊ ഒരു ഖുർആൻ ഇങ്ങനെ ഒന്നായിട്ട് കേട്ട് ഒരു ഖുർആൻ ഓത്തിനൊരു പ്രത്യേക ശൈലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഇങ്ങനെയൊക്കെ കൂടേണ്ടടുത്ത് കൂട്ടിയും കൂടാൻ പാടില്ലാത്തടത്ത് കൂടാതെയും മണിക്കേണ്ടടുത്ത് മണിച്ചു നീട്ടേണ്ടടുത്ത് നീട്ടിയൊക്കെ ഓതിയെങ്കിലേ ഖുർആനാവുള്ളൂ. അതിപ്പോ ഇടക്കാലത്ത് ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊടയിലും ഒരു ചീറ്റലും പറയാ. എന്താണ് അതിന്റെ പൂസാക്ക് റഹ്മാനായ റബ്ബ്. എന്നിട്ട് ഇപ്പൊ എന്താ ക്ലാസ് നടക്കുന്നിടത്തൊക്കെ തബ്ലീഗ് വൽക്കരണം. മലപ്പുറം ജില്ലയിലെ കാവനൂരാണ് ഇതുവരെ നിലനിന്നൊരു ക്ലാസ് ഉണ്ടായത്. ഇപ്പൊ എന്തായിരുന്നോ, കാവനൂരിപ്പോ ഈക്കക്കാർക്ക് വേറെ ജുമാഅത്ത് പള്ളി ഉണ്ടാക്കേണ്ട ഗതി വന്നു. കാരണം എന്താ, അവർക്ക് വരാൻ പോവുകയാണ്. അവിടുത്തെ മഹല്ല് സെക്രട്ടറി ക്ലാസ്സാണ്ട് തരീകരിയിട്ട് തബ്ലീഗുകാരനായി. ക്ലാസിന്റെ ആൾക്കാരും തബ്ലീഗുകാരായി. തൊട്ടപ്പുറത്ത് സൗത്ത് മുത്തലം അവിടെയും ക്ലാസിന്റെ സംഘം ഒക്കെ തബ്ലീഗുകാരായി. കാരണം എന്താണ്, ഇയാളെ പ്രസംഗത്തിൽ പറഞ്ഞത്രേ എന്ത്, ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും ജനങ്ങളെ ഉപദേശിക്കുന്ന വേദികൾ കുറഞ്ഞു വരികയാണ്. ആ ഉള്ളയിടത്ത് നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അത് ഉള്ളെടുത്ത് പോയേക്ക ലക്നോവിൽ അവിടെയൊക്കെ അതിന് കേട്ട് പഠിച്ചിട്ട് തബ്ലീഗുകാരായി. അപ്പോ അതിൽ ചില ഹൈറ് നമ്മൾ കണ്ടെന്തായാലും നിങ്ങൾ കാന്തപുരത്തെ പുളിച്ച ചീത്ത പറഞ്ഞ കുറച്ച് ചെക്കന്മാർ ഈ ക്ലാസ് കൊണ്ട് കെട്ട് ആ ചീത്ത പാർസലൊക്കെ നിർത്തിയിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇവർക്ക് പറ്റണില്ല. ഇവർ കോട്ടുമല ബാപ്പുവിനെ കൊണ്ടുവന്ന് കണ്ട് മറുപടി കഴിഞ്ഞ ആഴ്ച കാവനൂര് റഹ്മത്തുള്ള കാസിമിക്കെതിരെ മറുപടി. എന്നിട്ട് ബാപ്പു പ്രസംഗത്ത് പറയാണ്, കാസിമി എന്നുള്ള ബിരുദം തന്നെ തബ്ലീഗുകാർ കൊടുക്കണാണ്. പക്ഷെ ഖുർആൻ ക്ലാസ് എടുക്കുക അത് പറഞ്ഞാണിട്ടോ, കളവല്ലേ. അങ്ങനെ തന്നെ പറഞ്ഞു കാവനൂര്. ഈ കാസ് പറഞ്ഞ് കുറെ എന്തൊക്കെ കാങ്കോഹിന്നോ കുറെ കീങ്കോഹിന്നോ ഉറുദു പുസ്തകം മലയാളത്തിലാ വാപ്പൂലിയർ വായിക്കണത്. അങ്ങനൊക്കെ വായിച്ചിട്ട് കുറെ വായിച്ച ശേഷം മുപ്പര് പറഞ്ഞ് കാസിമി എന്നുള്ള ബിരുദം തന്നെ തബ്ലീഗിന്റെ ആളുകളാണ്. അങ്ങനെ ഫത്വയാക്കിയിട്ട് ഇവർ പറയാണ്. പക്ഷേ ഖുർആൻ ക്ലാസ് എടുക്കണമെങ്കിൽ ഇവിടെ ഖുർആൻ പീസ് സൊസൈറ്റിന്റെ ആൾ ഇയാളുമാണ്. കാരണം വേറെ ആളില്ല. അപ്പോ ഈ ശേഷി ഗതികേടൊന്നും ഞങ്ങൾക്കില്ല മക്കളെ. ഞങ്ങൾക്ക് ഓരോ വിഷയത്തിന് ആ വിഷയത്തിനെ പറ്റിയ ആളുകൾ അല്ലാഹു തആല ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഇത് ദീനാണ് മക്കളെ. ഇത് നിങ്ങൾ ഈ കോമാളിത്തരല്ല. എന്നിട്ടിപ്പോ ഞാൻ പറയുന്നത് അവരെ കുറെ ആളുകൾ തബ്ലീഗുകാരായിപ്പോയി, അല്ലേ, മുജാഹിദായിപ്പോയി, ഇങ്ങനെയൊക്കെയായി. അവർക്കൊന്നും വിഷയമല്ല. അവർക്ക് ആരപ്പോ അവരിൽ നിങ്ങൾ ആലോചിച്ചു. ഇബ്രാഹിം പുത്തൂർ ഫൈസി മരിച്ചുപോയി, അല്ലേ, തെരീക്കത്തുകാരനായി മരിച്ചുപോയി. കൊടുവള്ളി അബ്ദുൽ ഖാദർ അവരെ സാഹിത്യകാരനായി തെരീക്കത്തായി ഇപ്പൊ ജീവിക്കുന്നു. സെക്രട്ടറിന്റെ മകളെ മാപ്പിള തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ കോളേജിലായിരുന്നു. ഇവിടെ തെരീക്കത്തുകാരനായി പോയി. അതിലൊന്നും ഓൾക്ക് വിഷയല്ലേ. എന്നാലും ഹേപ്പിന്റെ ആളായില്ലല്ലോ, അത്ര ഹേപ്പിന്റെ ആളായില്ലല്ലോ. നെഞ്ചിങ്ങനെ ഉയ്യ, എന്റെ പെണ്ണ് കിട്ടിയ എന്റെ കുട്ടിന്റെ മാപ്പിള തെരീക്കത്തായാലും ഇപ്പത്താ ഏപ്പിന്റെ ആളായില്ലല്ലോ, അതായത് ദീനിന്റെ ആളായില്ലല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക്. എന്നിട്ടിങ്ങനെ പറയാണ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യം. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഗുണം പറയാം. അത് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ. കോഴിക്കോട്ട് 2 വർഷം മുമ്പേ പാഠപുസ്തകത്തെ പറ്റി സെമിനാർ ഞങ്ങളല്ല നടത്തിയത്. നോക്കി, അന്ന് അവിടെ അവര് ക്ലാസ്സിന് വേണ്ടി അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക ചെയർ അത് നടത്തിയത്. അന്ന് അവര് കേരളത്തിലെ
വിവിധ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകം അവിടെ പരിചയപ്പെടുത്തവർ ചർച്ച ചെയ്യുക. നമ്മളാരും ഇല്ലായിരുന്നു. അതിൽ EK വിഭാഗത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് നമ്മളെ ഇവിടുത്തെ തങ്ങളില്ലേ, വളാഞ്ചേരി തങ്ങൾ ചെയ്യുന്നു, അതിലൊരാളുണ്ട്. നമ്മളെ സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് പോയിരുന്നു. ബാക്കി അവരാണ് മൊത്തം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് ചെയറാണ് ആ സംഗമിച്ച് പാഠപുസ്തകം കാലോചിതമായി പുരോഗമിച്ചിട്ടുണ്ടോ, എന്താണ് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്, അങ്ങനെ നോക്കി. 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലെ ഓരോ വിദ്യാഭ്യാസ ബോർഡിൻ്റെയും പുസ്തകം അന്ന് അവിടെ ചർച്ച കൊടുത്തു. ഓക്കെ, ഞാൻ കന്നഡ എന്താ അറിയില്ല, മറന്നുപോയി. ഇത് മുജാഹിദിൻ്റെ 2ാം ക്ലാസ്സിലെ പാഠപുസ്തകം. അതിലുണ്ടെങ്കിൽ പാഠം 2 അല്ലാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിനെ ഇവർ പഠിപ്പിക്കണം എങ്ങനെയാണ് കണ്ടോ, അല്ലാഹുവിലുള്ള വിശ്വാസം. എന്നിട്ട് എന്താ വിശ്വാസം? അല്ലാഹുവിലുള്ള വിശ്വാസമാണല്ലോ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത്. എത്ര വയസ്സായ കുട്ടികളെ പഠിപ്പിക്കുക നിങ്ങൾ? 2 വയസ്സായ കുട്ടികളോട്. അതിട്ട് ഈ തണുപ്പത്ത് കോറിപ്പൊടിച്ച് ഇങ്ങനെ മദ്രസയിൽ വന്ന് ഇരിക്കുമ്പോൾ പിന്നെ ജുമാന്റെ പ്രസംഗം തുടങ്ങുകയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസമാണല്ലോ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത്. ഏത് വിധത്തിലാണ് അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടത് അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ചെറിയ കുട്ടികളോടെ ഇതാണ് പാഠം തുടങ്ങണ പോലാണ്. ഇതന്ന് അവിടെ വിതരണം ചെയ്താണ്. അത് കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി അവരെ 2ാം ക്ലാസ്സിലെ പാഠത്തിൽ അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കണം. നിങ്ങൾ ഇതവരെ പാഠം 2ാമത്തെ പാഠമാണ്. ആരാണ് അള്ളാഹു? കുട്ടികളോട് ചോദിക്കും. കുട്ടികൾ ഇങ്ങനെ മദ്രസ പഠിക്കാൻ വേണ്ടി വന്നു തീർക്കുമ്പോൾ കുറ്റങ്ങളോട് ആരാണ് അള്ളാഹു? ഓ, കുട്ടികളാകെ ബേജാറായി. സർവലോകത്തിൻ്റെയും സ്രഷ്ടാവാണ് അല്ലാഹു. ഭൂമിയും സൂര്യനും ജീവജാലങ്ങളും എല്ലാം അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അവയെ പരിപാലിക്കുന്നതും അല്ലാഹുവാകുന്നു. അതാണ് പോലവെക്കിലെ ഗൗരവം. അത് കഴിഞ്ഞു ഈ നോക്കി നിങ്ങൾ EK വിഭാഗത്തിന്റെ അല്ല ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ തബ്ലീഗിന്റെ ഓനെ 2ാം ക്ലാസ്സിലെ ബുക്കാണിത്. കണ്ടോ, അള്ളാഹുവിലുള്ള വിശ്വാസം പാഠം 2 എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹു ഉള്ളവനാകുന്നു, അവന് ആദ്യവും അവസാനവുമില്ല, അവൻ സർവശക്തനാകുന്നു. അങ്ങനെയാണ് തുടങ്ങുകയാണ്. എന്നാലും അള്ളാഹു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. തുടങ്ങണ തന്നെ അള്ളാഹു ഉള്ളവനാകുന്നു എന്ന് പറഞ്ഞിട്ട ഈക്കാര് അവർ വെക്കുക. അവർ 2ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠം അൽ ഈമാനു ബില്ലാഹ്. അല്ലാഹു തആല ഒരുവനാണ്, അവനൊരു പങ്കുകാരുമില്ല, അവൻ സർവശക്തനാണ്, അവൻ ആരെയും ആശ്രയിക്കുകയില്ല. അവർ തുടങ്ങുകയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് കണ്ടോ, 2ാം ക്ലാസ്സിലെ ബുക്ക് 2ാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ അല്ലാഹു തആല. കണ്ടോ, അള്ളാഹുവിന്റെ അല്ലാഹു തആല 2 പാഠമായിട്ടാണ് അല്ലാഹു തആല നോക്കൂ പഠിപ്പിക്കണം. ഇതാണ് 1ാമത്തെ പാഠം. അല്ലാഹു തആല നാം താമസിക്കുന്ന ഭൂമിയിലേക്ക് നോക്കൂ. മദ്രസക്ക് വന്ന കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ ആരാണ് അല്ലാഹു? ബേജാറാക്കല്ല. ഈ കുട്ടികൾ വന്നിരിക്കുമ്പോൾ അത് ചെയ്യുക. നാം താമസിക്കുന്ന ഭൂമിയിലേക്ക് നോക്കൂ. മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, പറവകൾ, സസ്യങ്ങൾ, കായ്കനികൾ, മലകൾ, കാടുകൾ, സമുദ്രങ്ങൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടികൾ. കുട്ടികളാ പറയാ. എന്തൊക്കെയാ നമ്മളെ നാട്ടിൽ കാണുന്നത്? കുട്ടികളിങ്ങനെ പറയും. മരം, പങ്കൂച്ചി, മൂച്ചി, കാവുത്ത്, ചേമ്പ് ഒക്കെ കുട്ടികൾ ഇങ്ങനെ പറയും. ഇഷ്ടമുള്ളൊക്കെ പറഞ്ഞോട്ടെ. വീണ്ടും അപ്പൊ ഭൂമിയിലെ കാര്യമൊക്കെ കുട്ടികൾ പറഞ്ഞു നിർത്തി. 2ാമത്തെ സെന്റൻസ്, ഇനി ഒന്ന് മേൽപോട്ട് നോക്കൂ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? സർവശക്തനായ അല്ലാഹു. അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ഇതാണ് ഈ ഷൈരിന്റെ ഒരു ഒഴുക്ക് കണ്ടെങ്കിൽ, ഈ ഷൈരിന്റെ ഒരു വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഈ ഒറ്റ പാഠം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് ചെയർ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് അള്ളാനെ പറ്റി പഠിപ്പിക്കാൻ പറ്റിയ ബുക്കുള്ളൂ. അതിന് ഇപ്പം ഇവിടെ 2 ആൾ വന്നുകാണ്ട് ഇങ്ങനെ ബേജാറായിട്ട് കാര്യമുണ്ടോ? ഇത് സത്യല്ലേ? ഇതിപ്പോ രേഖയല്ലേ പറയണത്? ഓക്കെ, ഇത് അന്ന് ചർച്ചക്കെടുത്ത ഫോട്ടോ കോപ്പിയാണ്. കഴിഞ്ഞില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പോഴത്തെ കുട്ടികൾ പഴയ മാതിരിയാ.
ഇപ്പൊ കുട്ടികൾ രാവിലെ മദ്രസയിൽ വന്ന് ഇരുന്നിട്ട് കുട്ടികൾ എടാ എഴുതിയ കൊണ്ടേ കുട്ടി എഴുതിയ കൊടുന്നു. എന്താണ് അതൊക്കെ ചോക്കൊണ്ട് ബട്ടപ്പൂജ ഇട്ടു. കുട്ടിക്ക് ഒരു സങ്കോചം ഉണ്ടാവില്ല. ഓൻ പറയും എനിക്ക് ചായക്ക് അടിയും ഇതന്നെ അറിയും. ഉസ്താദിന് ദേഷ്യം പോവും. ചായക്കടി ഇതോ? ചായക്ക് കോഴിമുട്ടേന്, മാർക്കും കോഴിമുട്ട. ഇതപ്പോഴത്തെ കുട്ടികൾ. ഈ കുട്ടികളോട് ശരിക്കും അനുനയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ച് പുസ്തകം വേണ്ടേ? ഇപ്പൊ നിങ്ങൾ നോക്കി, ഞങ്ങളെ തുടക്കം നമ്മൾ ഇതുവരെ ഒന്നിച്ചിരുന്ന കാലത്ത് പ്രസ്സും നിങ്ങളത്, ബുക്കും നിങ്ങളത് അല്ലേ? ആ കാലഘട്ടം എത്ര കാലമായി. ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു ഇസ്ലാം മത വിദ്യാഭ്യാസമാണ് യോഗത്തിൽ വന്നിട്ട് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചു. ഷെയ്ഖുന ഹസൻ മുസ്ലിയാരാണ്. ജ്യേഷ്ഠൻ മൂക്കർ മുസ്ലിയാരുണ്ടോന്നോ അല്ലെങ്കിൽ ഉള്ളതൊന്നും കണ്ടോന്നോ നോക്കാതെ പറഞ്ഞു, എന്ത് ആണ് ഈ പഠിപ്പിക്കുന്നത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ? സുന്നത്തിയമായത്തിന്റെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഹസൻ മുസ്ലിയാർ ഗർജിച്ചു. അങ്ങനെ അതുപോലെ റസ്മുൽ ഉസ്മാനിൽ ഖുർആൻ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഒരു മനുഷ്യൻ ഉംറയ്ക്ക് ചെന്നാൽ, ഹജ്ജിന് ചെന്നാൽ അവിടെയുള്ള മുസാഫ് ഓതാൻ സാധിക്കുന്നുണ്ടോ? ആരാണ് ഉത്തരവാദി? ഹസൻ മുസ്ലിയാരെ നിയന്ത്രിക്കാൻ, പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഒരു യോഗത്തിലുണ്ടായ സംഭവം. ആ യോഗത്തിൽ തീരുമാനിച്ചു 1 മുതൽ 10 വരെ സമസ്തന്റെ ബുക്ക് പരിശോധിക്കണം, പോരായ്മ പരിഹരിക്കണം. അങ്ങനെ റസ്മുൽ ഉസ്മാനിയിലുള്ള ഖുർആൻ പഠിപ്പിക്കണം എന്ന് അന്ന് അന്ധകാലത്ത് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് തീരുമാനിച്ചിട്ട് നടപ്പാക്കാത്ത എന്താന്ന് ചോദിച്ചാല്, അതിനിപ്പോ നമ്മള് ആ നെത്തുന്റെ സുഖർ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കണ്ടേ? അപ്പൊ വേറെ പ്രസ് വേണ്ടേ? അപ്പൊ നമ്മളെ സ്ഥിരമായിട്ട് അടുപ്പിക്കണ ആചാര് തെറ്റൂലേ? അപ്പൊ മൂപ്പർക്ക് പണി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യന് 18 വയസ്സിന്റെ ശേഷം വേണമെങ്കിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. ആദ്യമായിട്ട് മദ്രസ ചെല്ലുമ്പോ 5-ാമത്തെ വയസ്സുള്ള കുട്ടികളോട് പഠിപ്പിക്കുന്നത് അറാന്നേ. ഏതെങ്കിലും കുട്ടി എന്താ ഉസ്താദെ അറാന്ന് പറഞ്ഞാല്, അറാറിനെ ഇജ്ജ് പൊന്നിട്ടില്ലടാ, പൊന്നിട്ടിനൊന്ന് കടക്കണ സ്ഥലം, നെല്ലുണ്ടായ കൂട്ടിയിടുന്ന സ്ഥലം. എന്നാലും കുറെയൊക്കെ കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയത്. പക്ഷെ റാ എന്ന വാക്കുണ്ടാവൂല ഖുർആനില്. അങ്ങനെ ഉണ്ടോ? അറാ എന്ന് പഠിച്ച കുട്ടി എങ്ങനെയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയ ശരിയാവില്ലല്ലോ. റാ എന്ന അക്ഷരാണ് ഖുർആനിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് റാ പഠിപ്പിച്ചാൽ നടക്കൂല. അത് അറബി അക്ഷരം തന്നെ പഠിപ്പിക്കണം, മലയാളം പഠിപ്പിച്ച കാര്യമില്ല. നിങ്ങൾ നോക്കൂ, 1-ാം ക്ലാസ്സിലെ പാഠം തുടങ്ങണേ തന്നെ കണ്ടോ? അപ്പൻ മദ്രസാധ്യാപകന്മാരും കൂടെ ശ്രദ്ധിക്കുക. ഈ വർഷം മുതൽ നമ്മളെ ഇതുവരെയും നമ്മളെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് എഴുത്ത് ഒറ്റയക്ഷരം മുതൽ പഠിപ്പിക്കലാണ് നല്ലത് എന്ന്. അത് മാറിയിപ്പോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിനെ കൂട്ടക്ഷരം എഴുതി പഠിപ്പിക്കണം എന്നുള്ളതാണ് പുതിയ മനഃശാസ്ത്രം. നമ്മളതല്ല, ലോകം അങ്ങനെയാണ്. അത് നമുക്കും സത്യമായി തോന്നുന്നുണ്ട്. നമ്മൾ ഈ കുട്ടികളെ 1-ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ എഴുതിപ്പിച്ചിട്ട് ഈ ബാർ എന്നൊക്കെ വെവ്വേറെ എഴുതിപ്പിച്ച് പിന്നെ 2ക്കും 3ക്കും കൂട്ടി എഴുതുമ്പോ ഈ കുട്ടി കൂട്ടി എഴുതൂല. ഈ കുട്ടി ബാണ്ട് എഴുതി നിർത്തി പിന്നെ റാ കഴിയുമ്പോൾ തന്നെ തിരികെ കയറ്റി അങ്ങനെ എഴുതുള്ളൂ. എഴുതി ചൊറുക്കുണ്ടാവില്ല. അപ്പൊ തുടക്കത്തിൽ കൂട്ടക്ഷരം എഴുതിപ്പിക്കണം എന്നുള്ള ഈ കൊല്ലം നമ്മളെ ബുക്ക് മാറ്റിപ്പോ അതിന് വേണ്ടിയിട്ട് എഴുത്തിന്റെ ബുക്ക് മാറ്റി. അറബി മലയാളം നമ്മൾ 2ക്ക് മാറ്റി. എഴുത്ത് പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണത്. കൂട്ടക്ഷരം എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പോകട്ടെ, നമ്മൾ 1-ാം ക്ലാസ്സിലെ പുസ്തകം നോക്കൂ. തുടങ്ങണ തന്നെ അബുൻ. ഒരു കുട്ടി ചോദിക്കുകയാണ്, ഉസ്താദെ എന്താണ് ഈ അബു എന്ന് പറഞ്ഞാൽ? കുട്ടിയോട്, മോനെ അബു എന്ന് പറഞ്ഞാൽ വാപ്പാന്നോ? അപ്പൊ ഒരു കുട്ടി, ഉസ്താദ് എൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഉസ്താദിന് ചാൻസ് കിട്ടി, എൻ്റെ വാപ്പാക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. കണ്ടോ, ദ്വായക്കാരനായോ? വേറൊരു കുട്ടിന്റെ വാപ്പ ഗൾഫിലാണ്, എൻ്റെ വാപ്പാക്ക് നല്ല പണി അല്ലാഹു തആല കൊടുക്കട്ടെ. വേറൊരു കുട്ടിന്റെ വാപ്പ ഓട്ടോറിക്ഷയാണ്, എൻ്റെ വാപ്പാക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ദ്വാരക്കാൻ കാരനായി. ചുരുക്കി പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാതൊന്നുമില്ലല്ലോ. ആർക്കും മനസ്സിലാകാതൊന്നോ? ആർക്കും മനസ്സിലാകാതൊന്നുമില്ല. പിന്നീട് ഈ കുട്ടി പഠിച്ചു വലുതായാൽ ചിന്തിക്കും, അള്ളാഹു ആദ്യമായി ഉണ്ടാക്കിയത് വാപ്പനെയാണ്. ഈ ആദർശമാണ് ഞങ്ങൾക്ക് ആദ്യമായി മദ്രസയിൽ നിന്ന് കിട്ടിയത്. അബുൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മനഃശാസ്ത്രം ഒരുപാടാണ്. ഇവർ പുസ്തകം മാറ്റിയിട്ട് ഇപ്പൊ എന്താ ആക്കിയതിലുണ്ടെങ്കിൽ അറ പോയിട്ട് അദബുന്നാക്കി. അദബു. ഒരു കുട്ടി ചോദിക്കുകയാണ്, ഉസ്താദെ എന്താണ് ഈ അദബ് എന്ന് പറഞ്ഞ അർത്ഥം? അദബ് എന്ന് പറഞ്ഞാൽ അച്ചടക്കം.
അച്ചടക്കം എന്ന് പറഞ്ഞാൽ മര്യാദ. കുട്ടിക്ക് രണ്ടും മനസ്സിലായില്ല. അച്ചടക്കോ മര്യാദ. മൂന്നാമത് ചോദിക്കുകയാണെങ്കിൽ മുണ്ടലടയൊക്കെ രാവിലെ തന്നെ മനസ്സിന് എട്ടങ്ങാറാക്കും. അച്ചടക്കം മര്യാദ എന്ന് പറഞ്ഞുണ്ട്. ചൂടാകല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇവർ ചൂടാണ് ആൾക്കാരാണുള്ളവർ. ഇവിടെ വന്നിട്ട് ഇതാ അമിതാജൊക്കെ വേണം കൂടി കോളേജ് നടത്തുന്നുണ്ട്, കുട്ടികളൊക്കെ മദ്രസയിൽ പോകുന്നുണ്ട്, അതിനിപ്പുറം ചൂടായിട്ട് വരുന്നുണ്ടോ? അതിന് എന്താണ് അതിൻ്റെ കാരണം എന്ന് പഠിക്കും. എൻ്റെ പുസ്തകം നന്നാക്കി. ഒരിക്കലും ഇപ്പം നിങ്ങൾ എന്താ ഇപ്പം ഈ കൊല്ലം ഞാൻ പറഞ്ഞ 5ാം ക്ലാസ് എത്ര കാലമായിരുന്നു ഞാനിങ്ങനെ ഇതാണ്. ഇതൊക്കെ അവരെ പുസ്തകത്തിലെ പോരായ്മകൾ ഞാൻ അങ്ങനെ ഉണ്ട്. ഓരോ 1 മുതൽ 10 വരെയുള്ള പാഠത്തിൽ ഇങ്ങനെ എഴുതിയാണ്. ഈ ബുക്ക് ഇപ്പം മാറ്റിയാവോ? 5ാം ക്ലാസ്സിലെ ഫിക്ക് കൊല്ലം മാറ്റിയോ? അറിയില്ല. ഇതാണ് അവർ 5ാം ക്ലാസ്സിലെ ഫിക്ക്. കഴിഞ്ഞ നോയമ്പ് വരെ പഠിപ്പിച്ചിരുന്ന 5ലെ ഫിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് എത്ര അബദ്ധങ്ങളാണ് അവരിതിൽ പഠിപ്പിക്കേണ്ടത്. ആണോ? ഇതിലുണ്ട് സുനനു സലാത്തിന് അധ്യായമുണ്ട്. ഞാൻ കാസർഗോഡ് എന്ന സ്ഥലത്ത് പ്രസംഗിക്കുമ്പോഴേ ഇതിലെ ഓരോ പാഠത്തിലും ഓരോ തെറ്റുകൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി. അങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ ഇതാ 25 പാഠം ഇങ്ങനെ ഓരോന്ന് കിട്ടി. 26 പാഠം ഇങ്ങനെ ഇതാ 27 പാഠം ഇങ്ങനെ ഓരോ പാഠത്തിലെ തെറ്റുകളും സക്കാത്തിലെ ഹജ്ജിലെ പോരായ്മകളും മൊത്തം ഞാനിങ്ങനെ ചൂണ്ടിക്കാട്ടിട്ടോ. അപ്പൊ 22ാമത്തെ പാഠം പരിചയപ്പെടുത്തി 23ാമത്തെ പാഠവും പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി. അതിന് മറുപടി പറഞ്ഞ ആള് വന്നിട്ട് 24ാമത്തെ പാഠം പറയാതെ 25ാമത്തെ പാഠത്തേക്കാണല്ലോ പോയത് പറഞ്ഞു. അപ്പൊ എന്തിപ്പോ അങ്ങനെ എനിക്ക് സംഭവിച്ചു എന്ന് ഞാൻ പിന്നെ നോക്കിയപ്പോ എന്തായാലും നിങ്ങൾ ഈ പാഠത്തിൽ ഈ ബുക്കിൽ 23ാമത്തെ പാഠം അസ്സക്കാത്തു എന്നാണ്. അത് കഴിഞ്ഞാൽ പാഠം 24 ഇല്ല. 25ാമത്തെ പാഠമാണ് അസ്സൗമൂന്ന്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത്. പക്ഷെ മറുപടി പറഞ്ഞ ആള് 24ാമത്തെ പാഠം തെറ്റൊന്നുമില്ലല്ലോ, അതിന് അങ്ങനത്തെ ഒരു പാഠത്തിലില്ലേ. ഇതിൻ്റെ ഒരു പുസ്തകത്തിന്റെ ഞാൻ പോസാക്കുന്നതിന് പറയാം. ഇതിലൊക്കെ ഇതിൽ പഠിപ്പിച്ചു പോന്നിരുന്ന വർഷങ്ങളായി 1, 2, 3, 10 കൊല്ലല്ല. ഇത് അവരെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ലക്ഷക്കണക്കിന് ബുക്ക് അടുപ്പിച്ചാൽ തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുട്ടികൾ തെറ്റില്ല, തെറ്റല്ല. നോക്കി അപകടപ്പെടുന്നതല്ല. സുനനുസ്സല അബ്ഹാദ് സുന്നത്തുകൾ, അബ്ഹാദ് ഹയ്യാത്ത് എന്നിങ്ങനെ 2 വിധമാണ്. ഉപേക്ഷിച്ചാൽ സലാമിന്റെ അല്പം മുമ്പ് 2 സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതാണ് അബ്ഹാദ്. ആദ്യത്തെ അത്തഹിയാത്ത്, അതിൻ്റെ ശേഷം നബിയുടെ മേൽ സ്വലാത്ത്, അവർക്ക് വേണ്ടി ഇരിക്കൽ, സുബൈയിലും റമദാൻ അവസാനത്തെ പകുതിയിലെ വിത്തുറിലും കുനൂത്ത് ഓതൽ, അതിനുശേഷം നബിയുടെയും കുടുംബങ്ങളുടെയും മേൽ സ്വലാത്ത് ചെല്ലൽ, അവർക്ക് വേണ്ടി നിൽക്കൽ, ഒക്കെ ശരി തന്നെയാ കേട്ടോ. ഇനി നോക്കി അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെയും കുടുംബങ്ങളുടെയും മേൽ സ്വലാത്ത് ചെല്ലൽ. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ചെല്ലൽ അബ്ഹാദ് സുന്നത്തല്ല കൂട്ടരെ, ഫറളാണ്. നിസ്കാരത്തിന്റെ 10ാമത്തെ ഫറള് ഒടുവിലത്തെ അത്തഹിയാത്ത്, 11ാമത്തെ ഫറള് ഒടുവിലത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലല. അത് വർഷങ്ങളായി പഠിപ്പിക്കുന്നത് അബ്ഹാദ് സുന്നത്തായിട്ടാണ്. ഇത് ഈ കൊല്ലം തിരിച്ചൊന്നും എനിക്കറിയില്ല. ഈ കൊല്ലം ബുക്ക് ഞാൻ കണ്ടില്ല. തിരുത്തിനെങ്കിൽ സന്തോഷമായാലും ഈ പാടുണ്ടോന്ന് അറിയില്ല. ഞാൻ പറയുന്നത് വർഷങ്ങളായി 10 കൊല്ലെങ്കിലുമായി ഇത് ഇവർ പഠിപ്പിക്കണം. ഇതുവരെ ഒരു സ്റ്റിക്കർ വരെ പതിച്ചില്ല. പിന്നെ എങ്ങനെയാ കുട്ടികൾ അംഗീകരിക്കുക? അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അറിയുന്ന ഒരാളുമായില്ല. ഇത് സത്യമാണ്. അത് നിങ്ങൾ നോക്കൂ. ഞാനിപ്പോ പറയില്ലേ, ഇപ്പൊ നമ്മളൊരു കളിയാക്കല്ല. നോക്കി നമ്മൾ കുട്ടികളായാലേ കുട്ടികൾക്കുള്ള കുറെയൊക്കെ അഭിമാനം ചേരും കോലൊക്കെ. ഇതിപ്പോ അവർ 2ാം ക്ലാസ്സിലെ ബുക്കാണ്, ദുറൂസ് അറബി മലയാളം. ഇത് കണ്ട് 1ാമത്തെ ബുക്ക് കാര്യം എങ്ങനെ നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞ പോലെ അദബും ഒക്കെ ആയാൽ തന്നെയും 1ലെ ബുക്ക് ഖത്തുൻ നസ്ഖ് മോഡൽ അറബി പഠിപ്പിക്കാൻ തന്നെ ഉപകരിച്ചിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 2ാം ക്ലാസ് ആയപ്പോഴേക്ക് ആ പരിഷ്കാരം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അറബി മലയാളത്തിൽ ഖുർആൻ പഠിപ്പിക്കേണ്ട സമയം പുസ്തകത്തിന്റെ ശൈലി തന്നെ മാറുകയാണ്. എന്നാൽ കുട്ടികൾക്ക് ഉദാഹരണം പഠിപ്പിക്കുമ്പോൾ പോലും കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് അക്ഷരം പഠിപ്പിക്കാനാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ, വട്ടപ്പൂജിട്ട് കൊടുത്ത കോഴിമുട്ടയാണെന്ന് പറഞ്ഞ കുട്ടികളല്ലേ. ആ കുട്ടികൾ ചിന്തിച്ചാൽ ചേപ്രക്കലുള്ള കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിലുണ്ടോ ചെണ്ടമുട്ടി ചുണ്ടുവിണ്ടു കണ്ടറിഞ്ഞു, ഒറ്റ വരിയ. ഇത് കുത്തിട്ടല്ല, ചെണ്ടമുട്ടി ചുണ്ടുവിണ്ടു കണ്ടറിഞ്ഞു, ഇങ്ങനെ കോളത്തിലല്ല. കോളത്തിലാണ് മറ്റു ഇതൊക്കെ. ഇതൊരു വരി പഠിപ്പിക്കുക. നോക്കി
ചെണ്ട മുട്ടി ഈ കുട്ടി ചിന്തിക്കുകയാണ്, ചെണ്ട മുട്ടിയാൽ എങ്ങനെയാ ഉസ്താദെ ചുണ്ട് വീഴുക? അല്ല, ചെണ്ട മുട്ടിയാൽ കൈ പൊട്ടും. കുട്ടികൾ ചോദിച്ചു, ചെണ്ട മുട്ടി ചുണ്ട് വീണ്ടോ? എന്നിട്ട് ചുണ്ട് വീണ്ട പിന്നെ അത് അറിയണമെങ്കിൽ കാണണം. അതിന് നീറ്റലുണ്ടാവില്ല നിങ്ങളെ അഭിപ്രായം? അതിനാണ് ഞങ്ങൾ കണ്ടറിഞ്ഞു. കുട്ടികൾ ചിന്തിക്കൂലേ, എന്ത് പോരാത്തല നമ്മളീ പഠിക്കണേ? ചെണ്ട മുട്ടിയിട്ട് ചുണ്ട് വീഴുക. ചുണ്ട് വീണ്ടാൽ അറിയണമെങ്കിൽ കാണണോ? അല്ലാതെ തന്നെ അറിയില്ലേ? അതിന് കണ്ടറിഞ്ഞു. അതിന് ആമുഖത്തിലാണ് ഈ പറയുന്നത് മണ്ടൻ ഉണ്ട തിന്നു എന്നൊക്കെ. അതിന് ആദ്യത്തിലാണ് മണ്ട ഉണ്ട തിന്നാ പിന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ കുട്ടികൾ ചിന്തിച്ചാൽ തന്നെ അർത്ഥം കാണാൻ പറ്റാത്ത അപ്രസക്തമായ വിഷയങ്ങൾ പഠിപ്പിക്കണോ? പിന്നെ പടച്ചോ നേര് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരാശയവും അതിൽ പഠിപ്പിക്കണില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരാശയം അതിൽ പഠിപ്പിക്കണില്ല. അതിലിപ്പോ ആർക്കും എതിരില്ലാത്ത പാത്യ മനരിക്ക, കാഷ്ടിച്ച ചന്തിക, ഇതൊന്നും ഇപ്പൊ ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇതല്ലാതെ മുജാഹിദിന് സലാം പറയാൻ പാടില്ല, ജമാഅത്തിന് സലാം പറയാൻ പാടില്ല, തവസ്സുലുണ്ട്, ഇസ്തിഹാസുണ്ട് എന്നൊക്കെ പറയാം. അതല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യം പഠിപ്പിക്കാതെ ബോർഡിന്റെ പേര് പോലെ ഇസ്ലാം മതം പഠിപ്പിക്കുകയാണത്. ആർക്കും എതിരില്ലാത്ത ഒരു മതം പഠിപ്പിക്കുകയാണ്. അതേ സമയത്ത് ആർക്കെങ്കിലും എതിരുണ്ടോ ഇല്ലേ എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കിട്ടിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, സഹാബത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അത് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവുമായി മുന്നോട്ട് പോകുന്ന നമ്മൾ അതിന്റെ ആദർശക്കാരായും വക്താക്കളായും പ്രയോക്താക്കളായും മുന്നോട്ട് പോകണം. എങ്കിലും നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ സ്വാഗത പ്രാസംഗികനോ ഉദ്ഘാടന പ്രാസംഗികനൊന്നും അറിയില്ല, പ്രസംഗം തുടങ്ങിയ തന്നെ നോക്കൂ, നമുക്കാർക്കും കാറില്ല. ഇപ്പൊ നമ്മളെ പ്രാസംഗികന്മാര് ഓട്ടോറിക്ഷയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ മായനാട് പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ കേസറ്റിൽ അവിടുത്തെ പ്രമുഖ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കണം എന്തായിരുന്നു, ഞങ്ങള് കാളമ്പാടി മഹമൂദ് മുസ്ലിയാർക്ക് ഞങ്ങള് മുഷാവറ കാറ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ മീറ്റിങ്ങില്. അപ്പം മൂപ്പര് പറഞ്ഞു എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. ഈ കാറേ അത് ഷോക്കേസിൽ വെക്കാനല്ലല്ലോ, അത് ഓടാനാണ്. ഓടണമെങ്കിൽ എണ്ണ അടിക്കണം, അതിന് ഓട്ടണ്ടാകണം. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കണേ അല്ലെങ്കിൽ ദർശിലി കൊടുക്കണ ഒരു മൂര്യാര് ബാച്ച് നാട്ടിൽ പോവും, വേറെ ആൾ പുറത്തിറങ്ങനെ ചോറാണ് കൊണ്ടേ കൊടുക്കല്ലേ. എന്തിനാണ് അയാൾക്ക് കാറും ബസ്സും? അതിന്റെ ആവശ്യമുണ്ടോ? ഈ വിഷയങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ളതാണ്. ഇവർക്കിപ്പോ ആകെ പ്രശ്നം തിരക്കിടില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോ നമ്മള് ആരെങ്കിലോ കാറ് വാങ്ങിയിട്ട് അത് ഓയിൽ ചേഞ്ച് ചെയ്യാതെ എണ്ണ അടിക്കാതെ കഴുകാതെ ഓടാതെ മുന്നിലിങ്ങനെ നിർത്തിയേക്കാണ് കുറ്റം പറയാം. വെറുതെ ഒരു കാറ് വാങ്ങി. ഞങ്ങളെ എല്ലാവരും കാറും ഓടുകയാണ്. ആവശ്യത്തിനനുസരിച്ചാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ആവശ്യത്തിനനുസരിച്ചാണ് കാർ ഉപയോഗിക്കുക. അത് ഇവിടെ കാര്യമായി പ്രസംഗിച്ചൊരു കാര്യമാണ്. നമുക്ക് ഓട്ടോറിക്ഷ ഉള്ളൂ. എന്തിനാ ഞാൻ ഇപ്പൊ ഇവിടെ മാത്രം മീൻ വിൽക്കണ ഒരാൾക്ക് എന്തിനാണ് അയാൾക്ക് M80? എന്തിനാ അയാൾക്കത് തരി കൊണ്ടുവരുന്ന പോലെ? ഇവിടുന്ന് കോച്ചത്തങ്ങാടിക്ക് പോകുമ്പോഴല്ലേ M80 ആവശ്യമുള്ളൂ. എന്നാൽ ചെമ്മാട്ടിക്കും കൂടി പോകണമെങ്കിൽ M80 പോരാ, അയാൾക്കൊരു നായ്ക്കുറുക്കം വേണം അല്ലേ? ആവശ്യത്തിനനുസരിച്ചാണ് ഈ സാധനങ്ങള്. അയാൾ ആ പരപ്പനങ്ങാടി പോയി നേരിട്ട് മീൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അയാൾക്ക് നായ്ക്കുറുക്കം പോരാ, അയാൾക്കൊരു പിക്കപ്പ് വേണം. അപ്പൊ ഇവിടെ മാത്രം മീൻ വിൽക്കുന്ന ആള് പരപ്പനങ്ങാടി മീൻ കൊണ്ടുവന്ന് ശരി ഇങ്ങനെ ആക്കി M80 ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് പിക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് അസൂയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യത്തിനനുസരിച്ചാണ്. ഇപ്പൊ എനിക്കൊരു അടുത്ത കാലത്തൊരു അനുഭവം ഉണ്ടായി. എന്റെ നാട്ടിൽ തേങ്ങ പറിക്കുന്ന ആളെ പേര് അറുമുഖൻ എന്നാ. ഓനെ കുഞ്ഞാണി എന്നാണ് ഞങ്ങൾ വിളിക്കരുത്. എന്നും ഞാൻ രാവിലെ നോക്കും, ഓനെ കാണൂല, എനിക്ക് എന്നെ നേരം കിട്ടൂലല്ലോ. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടായപ്പോ ഒരു കടക്കാരൻ പറഞ്ഞു അതിനെന്തിനാ നിങ്ങൾ ഞാൻ തെരഞ്ഞെടുക്കണം, ഓനെ നമ്പറിൽ വിളിച്ചാൽ പോലെ ചോദിച്ചു. ഓനെ നമ്പറുണ്ടോ ചോദിച്ചു. ഓനൊക്കെ മൊബൈലുണ്ടല്ലോ. ആ നമ്പർ വാങ്ങിന്റെ പൊരി പോയി വിളിച്ചു. ഞാന് എയർടെലിന്റെ ഫോണാ തോന്നുന്നു. വിളിച്ചപ്പോ ഇതാ പെട്ടെന്ന് 2 അടി അടിച്ചപ്പോ ആരാ? ഞാൻ കുഞ്ഞാണിയാണ്. ആരാ വിളിക്കണ്? മുജലപ്പഴാ? ഇജോടെ കുഞ്ഞാണി? ഞാൻ മൂസൊട്ടിയാപ്പന്റെ തെങ്ങുമലാണ്. അപ്പൊ ഓനെല്ലോ റേഞ്ച് ഇട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി ഇവൻ പണ്ടേ മൊബൈൽ വാങ്ങേണ്ട ആളാണ്. അന്ന് എനിക്ക് മൊബൈലില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇത് ഗെയിം കളിക്കാൻ മൊബൈൽ വാങ്ങേണ്ട ആവശ്യമില്ല കുട്ടികളെ.
ഇപ്പോഴുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും മൊബൈൽ ഗെയിം കളിക്കാൻ, അതിന് മൊബൈൽ വേണ്ട, അതിന് വേറെ എന്തെങ്കിലും യന്ത്രം വാങ്ങിയാൽ മതി. അപ്പോ ആവശ്യക്കാർ ചെയ്യണ ഇതാണ്. ഇപ്പൊ AP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആ നേതാവിന്റെ സ്ഥിതി ഓർത്തിട്ട്. മറ്റന്നാൾ കാശ്മീരിൽ അത്യാവശ്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് പണിയെടുക്കാൻ പോകുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് നമ്മളെ കോട്ടക്കലത്ത് പരിപാടിക്കുന്നത്. പക്ഷെ അന്ന് ഒന്നാക്കാണ് അന്ന് ഞാൻ അബുദാബി പോവാണ്. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യന് MIT മതി എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മനസ്സിലാകുന്ന എനിക്ക് വിഷയം. ചെമ്മാട് പോരാത്ത എന്റെ മരുന്നിന്റെ പീടിക, എന്റെ മരുന്നിൻ പീടിക ചെമ്മാട്. പിന്നെ തന്റെ വാപ്പാടത്തിന്റെ കോളേജ്, അവിടെ നടക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ MIT വരെ വേണ്ട അനാവശ്യമുള്ളൂ, വേറൊരു പോയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സഹോദരന്മാരെ, ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചാണ്. 1,24,000 പരം പ്രവാചകർ അമ്പിയാമുർസലികൾ ഉണ്ടായിട്ട് മുറാത്ത് എന്ന വാഹനം ഒറ്റ പ്രവാചകനെ ഉപയോഗിച്ചുള്ളൂ. അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. മറ്റു പ്രവാചകന്മാർക്കൊന്നും മുറാത്തിന്റെ ആവശ്യം ഉണ്ടായില്ല. അവരവരെ നാട് വിട്ട് തൊട്ടൊരു നാട് വിട്ട് എവിടെയും പോയിട്ടില്ല. അല്ലാതെ റസൂൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്, മസ്ജിദ് നബവിയുടെ അടുത്തുണ്ട്, രാവിലെ ഇവിടെ ഉണ്ട്. ഈ നേരം പുലർന്നതിന് ഇടയിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോകണം, പിന്നെ ഏഴാകാശം പോകണം, ചരിത്രമുണ്ട് പോകണം, മഹൽ പോകണം, അല്ലാഹുമായി പിന്നീട് സംസാരിക്കണം. അതൊക്കെ കഴിഞ്ഞ് നേരം പുലർന്നോട്ട് മക്കത്തെത്തണം. അതിന് സാധാരണ ഒരു നായിക്കൂട്ടം പോരാ, അതിന് മുറാഖ് ഉപയോഗിക്കുന്നുള്ളൂ. അവൻ വേറെയാണെങ്കിൽ ഞാൻ ഇബ്രാഹിമിന്റെ ആളാണ്, ഇബ്രാഹിമിന്റെ അള്ളാഹുടെ ഹലീലാണ്, അതേ ഒരിക്കലും മുറാഖ് ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ വേറെ മറുപടി പറയാൻ വേണ്ടി ഒറ്റയ്ക്ക് മറുപടി കാണുമ്പോൾ മറുപടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പോയി മയക്ക് കെട്ടി പ്രസംഗിക്കുക. കാലം കഴിഞ്ഞു പോയത് സഹോദരന്മാരെ, കഴിഞ്ഞു പോയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ചെറിയോർക്കും വലിയോർക്കും കുരിപ്പത് പണിയാണ്. ഓരോ കാര്യങ്ങൾ, ഓരോ വിഷയങ്ങൾ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ അതിനാവശ്യമായ വാഹനങ്ങളും കാര്യങ്ങളും ഉപയോഗിക്കേണ്ടി വരിക. അത് ആവതുള്ള കാലത്തോളം ചെയ്യും. അതിന് നിങ്ങൾ ദ്വാരക്കുക. നിങ്ങളെ സ്ഥാപന്മാർ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വണ്ടികളൊക്കെ വാങ്ങിക്കൊടുത്തോളൂ. വണ്ടി ആവശ്യമില്ലാത്തത് വാങ്ങിയെടുത്തത് വേണ്ടാന്ന് പറയുന്ന ഗതികൾ ഉണ്ടാക്കണ്ട. അത് ഭയങ്കര ഒരു കലാമത്താണ്. കലന്മാരുമായ മുഴുവർക്ക് വണ്ടി വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ മാത്രം വാങ്ങിക്കൊടുക്കണം എല്ലാ കാലത്തും. ഞങ്ങൾക്ക് കാറ് വാങ്ങിയത് നമ്മൾ എത്ര വെച്ച് കാണണം. ചോദിച്ചാൽ അത് അത്ഭുതമല്ലോ. അത് അതിന്റെ ഒരു കരാമത്തുള്ളത്, അതിനത് ആവശ്യമില്ലല്ലോ. ഇതൊക്കെയുള്ള ചോദ്യം. അപ്പൊ ചുരുക്കത്തിന് നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ പ്രവർത്തകന്മാർ അധ്വാനിക്കുക. ആ അധ്വാനിക്കുമ്പോൾ ആ നിരക്കുള്ള സാങ്കേതിക സൗകര്യങ്ങൾ വേണം. ഇപ്പൊ നമ്മൾ നെറ്റ്വർക്ക് നോക്കും, നമ്മളിവിടെ ഇരിക്കുന്ന കാര്യമുള്ള അന്വയൊക്കെ നെറ്റുകാരൊക്കെ എന്താ അഹിർസുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ ഇങ്ങനെ തുറന്നടിക്കണം. അതിനൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർ ഓരോ ലോകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ആ സംവിധാനങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ അതിന്റെ സാങ്കേതിക സൗകര്യങ്ങൾ വേണ്ടിവരും. ഇപ്പൊ നമ്മൾ പത്രം, സിറാജിന്റെ പത്രം അൽഹംദുലില്ലാഹ് എത്ര എഡീഷനായി നിനക്കറിയോ? അതിപ്പോ നേരത്തെ കോഴിക്കോട് മാത്രം നമ്മൾ തുടങ്ങാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ അത് പോയാ പിന്നെ നമ്മൾ കണ്ണൂരിൽ തുടങ്ങി, തിരുവനന്തപുരം തുടങ്ങി, ഇപ്പൊ കോട്ടയത്ത് തുടങ്ങി, പിന്നെ കൊച്ചിയിൽ തുടങ്ങി, ഇപ്പൊ ദുബായിൽ തുടങ്ങി. നിങ്ങൾക്കറിയോ, നമ്മൾ സാമ്പത്തികമായി വളരെ പിന്നോട്ടപ്പെട്ടതുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്ന് 3 സ്ഥലത്ത് ദമാമിൽ നിന്നും റിയാദിൽ നിന്നും അതുപോലെ ജിദ്ദയിൽ നിന്നും സിറാജിന്റെ പത്രം പ്രിന്റ് ചെയ്യാനുള്ള
ക്ലാസും കിട്ടിയാൽ അതിന്റെ കറൻസി പൂർത്തിയായിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്, ഭരണാനുസരണാദേശം തുടങ്ങാനുള്ള സൗകര്യങ്ങളായിട്ടുണ്ട്. പക്ഷെ സാമ്പത്തികമായ പരാധീനത ഉണ്ടായതുകൊണ്ട് അത് അല്പം സാവധാനത്തിൽ ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിജയം നമ്മുടെ പ്രത്യേകതകൾക്കും നമ്മുടെ മഹാനായ പി ഉസ്താദ് അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ആ റോട്ടിലൊക്കെയുള്ള ചെറുപ്പക്കാർ ഒന്നിങ്ങോട്ട് ഇറങ്ങി വരും സഹോദരന്മാരെ. ഞാൻ ഉസ്താദിനോട് മിനിയാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഉസ്താദിന്റെ പ്രസംഗത്തെപ്പറ്റി നിങ്ങൾ നോക്കൂ, വയസ്സത്രയുണ്ട്, നാമത്താനും ഇങ്ങോട്ട് ഇറങ്ങി വരാറുണ്ട്. ഉസ്താദിന് പ്രായം ആയിട്ടുണ്ട്, തിരക്കുള്ള പ്രവർത്തനമാണ്. എന്നാലും ഉസ്താദ് അൽഹംദുലില്ലാ മണിക്കൂറുകളോളം വാത് പറയുന്നു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഈ റമദാനിലൊക്കെ യുഎഇയിൽ ചെയ്ത വാത്, പകലും രാത്രിയൊക്കെ മണിക്കൂറുകളുള്ള വാത്, അത് അത്ഭുതം തോന്നുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിനെക്കാരോടും ദ്വാരക്കുന്നു. അല്ലാഹു ആ ദ്വാ സ്വീകരിച്ചിരിക്കുന്നത് എന്റെ കഴിവാണെന്നല്ല ഉസ്താദ് പറയുന്നത്, ഉസ്താദിന്റെ കഴിവാണെന്നല്ല, നിങ്ങളെപ്പോലത്തെ സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ വിശ്വാസം. നിങ്ങൾ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതിന്റെ ഫലം ഉസ്താദിന് അല്ലാഹു തആല കൊടുക്കുന്നു. അത് അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങൾക്കറിയോ, ഈ സമുദായത്തിന് അഭിമാനമുണ്ട് സഹോദരന്മാരെ. നമുക്കൊരു നേതൃത്വമുണ്ട്, നമുക്കൊരു നേതാവുണ്ട്. ആ നേതാവ് വളരെ പക്വതയുള്ള നേതാവ്. അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അതിനിവിടെ അംഗീകാരമുണ്ട്, അദ്ദേഹം ഒരു അഭിമുഖം നടത്തിയാൽ അതിനിവിടെ സ്ഥാനമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതം പാവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നീക്കിവെച്ചതാണ്. നമുക്കൊക്കെ നമ്മുടെ ഭാര്യയും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൊച്ചു കുടുംബം, ആ കുടുംബത്തെ പോറ്റാൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ 8000-ൽ പരം കുഞ്ഞുങ്ങൾ, ആ 8000-ഓളം കുഞ്ഞുങ്ങൾ ഒരു സ്ഥാപനത്തിൽ മർക്കസിൽ പഠിക്കുമ്പോൾ ഒരു മാസം 25 ലക്ഷം രൂപ ചുരുങ്ങിയ ചെലവുണ്ട്. നിങ്ങൾ നോക്കൂ, ഉസ്താദിന്റെ ദീർഘായുസ്സിന് വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും മതിയോ സഹോദരന്മാരെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഹിമ്മത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. 8000-ൽ പരം മക്കൾ അദ്ദേഹത്തിന്റെ അധ്വാനഫലം ദീൻ പഠിക്കുന്നു. ഭൗതികവും ദീനും സമന്വയിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളെ കാവൽപാദപരന്മാരാകുന്നു. ഉസ്താദിന്റെ നിയന്ത്രണത്തിനായി കീഴിലായി 1000-ൽ പരം പള്ളികൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്ക് നിങ്ങൾക്കറിയോ, ഇന്ന് ഈ സമയത്ത് കണക്കെടുത്താൽ 100-ൽ പരം പള്ളികൾ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിനായി പുതിയ നിർമ്മാണം നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു, നമ്മുടെ സ്ഥാപനം നടത്തിപ്പോകുന്നു, നമ്മുടെ സമുദായത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് മൊത്തം വേണ്ടി അധ്വാനിക്കുന്നു. അങ്ങനത്തെ വ്യത്യസ്തനായ അതുപോലെ തുല്യനായ മറ്റൊരു നേതാവിനെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ഒരു നിരക്കും എത്തിപ്പെടാൻ കഴിയാത്ത, ഭാഷാ കഴിവിനെത്തിപ്പെടാൻ സാധിക്കാത്ത, പാണ്ഡിത്യത്തിലെത്തിപ്പെടാൻ സാധിക്കാത്ത, പ്രസംഗത്തിന്റെ വലുവത്തിനെത്തിപ്പെടാൻ സാധിക്കാത്ത ഏതൊക്കെയോ സാധുക്കൾ എന്തൊക്കെയോ വിചാരിച്ച് അവർ ചെയ്യുന്ന ഹൈറായ കാര്യങ്ങളും കൂടെ ഒരർത്ഥത്തിൽ പി ഉസ്താദിന് അവർ കൊടുക്കുകയാണ്. അതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉസ്താദിനെതിരെ ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോഴേ ആഖിറത്തിൽ ഉസ്താദിന്റെ ദർജ വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ സഹകരിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. സമസ്ത ഏതാണെന്ന് പറയേണ്ടതുണ്ട്, കാന്തപുരം ആരാണെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാനതിനുള്ള നേട്ടങ്ങളോട് നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ വഴിയിൽ പെട്ടുപോയതുകൊണ്ട് എനിക്ക് വിഷയം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യം വരുമെങ്കിൽ വിശദമായി നമുക്ക് സംസാരിക്കാം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.